തകർന്ന ഹൃദയം ചിലപ്പം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ ഇൻഷൂർ കമ്പനി ഞാൻ ഒരുപാട് ആദരവോടെയും ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ചേർന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിജക്ഷനല്ല, പക്ഷേ ജെന്യൂനായിട്ട് എനിക്ക് ചെയ്യപ്പെട്ട ഒരു സർജറിക്ക് വേണ്ടിയുള്ള മുഴുവൻ ഫണ്ടും റിജക്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു നോളജിലുള്ള അവഗണന കൊണ്ട് റിജക്റ്റ് എന്നല്ല, ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. ബാക്കി അപ്രൂവ് ചെയ്തു, അതിൻ്റെ ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പോളിസി ഏതാണ്, ഈ പോളിസിയിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ഈ പോളിസിയിൽ എന്തൊക്കെയാണ് കവറേജ്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലാണ് ഞാൻ എന്ത് ചെയ്ത് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചേ അടങ്ങുമെന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻഷുറൻസിൻ്റെ 7 ഹൃദ്യമായ തത്വങ്ങൾ പഠിക്കാൻ പറ്റിയത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പണം മാത്രമല്ല, അതൊരു വിശ്വാസമാണ്. ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ തകർക്കുകയും ചെയ്യാം, നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. അതല്ലേ വിശ്വാസമാണ് എല്ലാം എന്ന് കേട്ടിട്ടില്ലേ? ഓരോ ഇൻഷുറൻസും നിലനിൽക്കുന്നത് 7 വിശുദ്ധമായ തത്വങ്ങളിലാണ്. ഈ തത്വങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോണത്. നിങ്ങളും നിങ്ങളെ ഇൻഷുറൻസ് കമ്പനിയും ഒന്നും മറച്ചു വെക്കരുത്. കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മുമ്പേ ഉണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കരുത്. ഇവർക്ക് എന്തെങ്കിലും മുമ്പേ അസുഖം ഉണ്ടോ എന്നുള്ളത് പോളിസി എടുക്കുമ്പം ഇൻഷുർ കമ്പനി വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യണം. ചില ആൾക്കാരൊക്കെ അപ്പം പണം വാങ്ങിയിട്ട് വാങ്ങി വെക്കും, പിന്നെ ഒരു ക്ലെയിമിങ് വരുമ്പോൾ ആയിരിക്കും പിന്നെ പറയാം നിങ്ങൾക്ക് ഈ അസുഖമുണ്ട് അതുകൊണ്ട് ഇത് റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജെന്യൂൻ ആയിരിക്കണം. ഏതൊരു ഏജൻറ്റും ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ പ്രഷറുള്ള ഒരു രോഗിക്ക് 2 വർഷമുള്ള അറ്റാക്ക് വന്നാൽ ചിലർക്ക് കൊടുക്കാറില്ല. ഇത് കമ്പനി ആദ്യമേ പറയണം, കസ്റ്റമർ എടുത്ത് ഫസ്റ്റേ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അവർ ആ വെയിറ്റിംഗ് പീരീഡും കാത്തിരിക്കാൻ അവർ കാത്തിരിക്കും, പക്ഷെ പലപ്പോഴും പറയാറില്ല. എൻ്റേതിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ സർജറിയുടെ പേര് പോലും എൻ്റെ കമ്പനിക്ക് അറിയില്ല. ഡിമെക്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോഡേൺ സർജറി കവർ ചെയ്യാത്ത പോളിസിയാണ് എൻ്റേത് ഞാൻ നോക്കിയപ്പം കവർ ചെയ്യുന്നതാണ്. മോഡേൺ സർജറി എല്ലാം കവർ ചെയ്യും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് കോർണിയൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നൊരു സർജറിയുടെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ട്രസ്റ്റ് എന്നാണ്, സത്യസന്ധതയുടെ തത്വം എന്നാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻഷുറൻസിൽ താല്പര്യം ഉണ്ടാവണം. നമുക്ക് വേണ്ടി ഇൻഷൂർ ചെയ്യുന്നത്. നിങ്ങൾ ഇൻഷൂർ ചെയ്യുന്നത് നിങ്ങളെ അയൽവക്കത്തുള്ള ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ ബോസിൻ്റെ തലമുടി നരക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു താല്പര്യത്തോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിയാണ്, പരിഹാരത്തിൻ്റെ തത്വമാണ്. ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് പൈസ തരുന്നത് നിങ്ങളെ സമ്പന്നനാക്കാനൊന്നല്ല, നിങ്ങൾക്കുണ്ടായ ലോസ് നികത്താനാണ്. അതുമാത്രം. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു സർജറിക്ക് ഇത്ര പൈസയായി, ഇപ്പോൾ എനിക്ക് 1,15,000 ആ 1,15,000 എനിക്ക് കമ്പനി നികത്തി തരണം. നമ്മൾ അതിനാണല്ലോ കോൺട്രാക്റ്റ് ഇടുന്നത്. അതിലാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തത്, അതിലാണ് നമ്മൾക്ക് നിങ്ങളുടെ കമ്പനിയായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് പകരം അവർ അതിൻ്റെ ചെറിയൊരു സർജറി അതിൻ്റെ കൂടെ ചെയ്തതിന് മാത്രം പൈസ തരികയും അതിന് ചെയ്ത മെയിൻ സർജറിക്ക് റിജക്റ്റ് ചെയ്തിട്ടില്ല, തരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസാണ്. അടുത്ത പ്രശ്നങ്ങളുടെ തത്വം എന്ന് പറയാം. നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാം, മദ്യപിച്ച് പുകവലിച്ചിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും കമ്പനി റിജക്റ്റ് ചെയ്യും. ഇത് മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും അറിയണം. മനസ്സിലായില്ലേ? ഇത് നിർത്തിയിട്ട് മതി കമ്പനി പോളിസിയൊക്കെ എടുക്കാൻ. അതിൽ കയറിച്ചാൽ നിങ്ങളെ പൈസ അങ്ങ് പോകും, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു അവകാശ ബാധ്യതയുടെ കൈമാറ്റമാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ആക്സിഡൻ്റായി, നിങ്ങൾക്കിപ്പം കമ്പനി നിങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം തരികയാണ്, കമ്പനിയൊക്കെ നന്നാക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് പിന്നീട് മറ്റ് ഒരു തേർഡ് പാർട്ടി ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ അവകാശം ആ കമ്പനിക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു അവകാശ ബാധ്യതയുടെ കൈമാറ്റമാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ആക്സിഡൻ്റായി, നിങ്ങൾക്കിപ്പം കമ്പനി നിങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം തരികയാണ്, കമ്പനിയൊക്കെ നന്നാക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് പിന്നീട് മറ്റ് ഒരു തേർഡ് പാർട്ടി ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ അവകാശം ആ കമ്പനിക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പ്രളയത്തിൽ നഷ്ടപ്പെട്ടു, നിങ്ങൾ കമ്പനി റീപ്ലേസ് ചെയ്തു, നിങ്ങൾ ഡാൻസ് ചെയ്ത് വീണ് പൊട്ടിയാലോ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും, ഒരു സംയുക്ത ഉത്തരവാദിത്തം. അപ്പോൾ നിങ്ങൾക്ക് ഒരേ പ്രശ്നത്തിൽ തന്നെ 2-3 ഇൻഷൂർ കമ്പനി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടീൻ്റെ ഇൻഷൂർ ഉണ്ടാവും, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷൂർ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇവരെല്ലാവരും കമ്പൈൻഡാണ് നിങ്ങളെ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരാൾ തന്നെ മുഴുവനും മറ്റൊരാൾ അതേപോലെ തന്നെ മുഴുവനും ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അതൊരു കമ്പൈൻഡായിട്ട് ഒരു നമ്മളിപ്പോൾ ഞാൻ ഹോട്ടലിലാണ്, ഇവിടെ വർഷ ഹോട്ടൽ, പക്ഷേ നമ്മൾ 4-5 ഫ്രണ്ട്സ് കയറുകയാണെങ്കിൽ എല്ലാവരോടും ചേർന്ന് കൊടുക്കുന്ന പോലെയാണ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ എന്നാണ്. നിങ്ങൾക്ക്
ഉള്ള ഒരു പ്രശ്നം പോലെ തന്നെ നിങ്ങളെ കമ്പനിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ രക്ഷിതാവിനെ പോലെയാണ്. അപ്പോൾ നിങ്ങളെ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ അതിനെ നിങ്ങൾ കാണണം. അവർക്ക് മാക്സിമം ആ കമ്പനി ഞാൻ കൊടുത്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തട്ടിച്ചാളെടുത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ അതേപടി തന്നെ സോൾവ് ചെയ്ത് ഇവർക്കുണ്ടാകുന്ന അത് നിങ്ങളെ സ്വന്തം പൈസ ആയിട്ട് തന്നെ കണ്ടിട്ട് അതിലേക്ക് ഉണ്ടാകുന്ന ലോസ് നിങ്ങൾ കുറച്ച് കൊടുക്കണം. മനസ്സിലായി? എനിക്ക് ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ എൻ്റെ ദുരനുഭവം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യും. ഇൻഷുറൻസിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ബൈ.